ദക്ഷിണ കൊറിയയുമായി ഇനി യാതൊരു ബന്ധത്തിനും കിം ജോങ് ഉന്നിന് താല്പര്യമില്ല. ഒരിക്കൽ ഉത്തര കൊറിയ ദക്ഷിണ കൊറിയയുമായി ലയിപ്പിക്കുന്നതിനെക്കുറിച്ച് നിരന്തരം പ്രഭാഷണം നടത്തിയ കിം ഇതാ തന്റെ തീരുമാനം എന്നേക്കുമായി മാറ്റിയിരിക്കുന്നു. അമേരിക്ക പാലൂട്ടുന്ന ദക്ഷിണ കൊറിയയെ ഇനി കിമ്മിന് ആവശ്യമേ ഇല്ല. റഷ്യയുടെ പരമാധികാരി പുത്തിനൊപ്പം ചേർന്ന് ലോകക്രമത്തെ പോലും മാറ്റിയെഴുതാൻ തയ്യാറാകുന്ന കിമ്മിന്റെ പുതിയ പദ്ധതി ദക്ഷിണ കൊറിയയെ നശിപ്പിക്കുകയാണ് എന്നത് തന്നെയാണ്. അതിനുള്ള പണികൾ കിം തുടങ്ങിയിട്ട് വർഷങ്ങളായി. നമുക്ക് കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ മനസ്സിലാക്കാം. ഐതിഹാസികമായ സംഘർഷത്തിന്റെ ചരിത്രമാണ് ഉത്തര കൊറിയയ്ക്കും ദക്ഷിണ കൊറിയയ്ക്കും പറയാനുള്ളത്. രണ്ട് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾ വിശ്വസിക്കുന്ന ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും ഒടുവിൽ കൊറിയൻ പെനിൻസുല എന്ന വലിയ ഭൂപ്രദേശത്തെ വെട്ടി രണ്ട് രാജ്യങ്ങളാക്കി മാറ്റേണ്ടി വന്നു. 1950കളിലെ കൊറിയൻ യുദ്ധം മുതൽ അനുരഞ്ജന ശ്രമങ്ങൾ നടന്നുവെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുത വർദ്ധിക്കുക മാത്രമാണ് ചെയ്തത്. ഇപ്പോൾ ഇന്റർനെറ്റിൽ പ്രചരിക്കുന്ന ഉത്തര കൊറിയയുടെ ഭൂപടത്തിന്റെ ഒരു ഫോട്ടോ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ചൈനീസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ റെഡ് നോട്ടിലാണ് ഈ ഭൂപടം പങ്കുവെക്കപ്പെട്ടത്. ന്യൂസ് വീക്കിലെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് പുതുക്കിയ ഭൂപടം 2024 ഏപ്രിലിൽ പങ്കിട്ടതായിട്ടാണ് അവകാശപ്പെടുന്നത്. കൊറിയൻ ഉപദ്വീപിനെ രണ്ട് വ്യത്യസ്ത ഭാഗങ്ങളാക്കി വിഭജിച്ചതായി കാണിച്ചുകൊണ്ട് ഏകീകരണത്തെക്കുറിച്ചുള്ള രാജ്യത്തിന്റെ നയത്തിലുണ്ടായ ഒരു പ്രധാന മാറ്റത്തെ അടയാളപ്പെടുത്തുക എന്നതാണ് പുതിയ മാപ്പ്. ഇത് ദക്ഷിണ കൊറിയയുമായുള്ള അന്തിമ പുനരേകീകരണത്തിന്റെ ദീർഘകാല ലക്ഷ്യത്തിൽ നിന്ന് ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നിന്റെ വേർപിരിയലിന് കൂടുതൽ ഊർജം നൽകുന്നതുമാണ്. പതിറ്റാണ്ടുകളായി പോങ്യാങ് ദക്ഷിണ കൊറിയയുമായി വീണ്ടും ഒന്നിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലായ്പ്പോഴും അതിന്റെ നിബന്ധനകൾ പാലിച്ചായിരുന്നു രാജ്യം നിന്നു പോന്നത്. കമ്മ്യൂണിസ്റ്റ് നോർത്ത് ദക്ഷിണ കൊറിയയെ ആക്രമിച്ചതോടെ ആരംഭിച്ച 3 വർഷത്തെ കൊറിയൻ യുദ്ധം 1953 ഒരു സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെക്കാതെ ഒരു യുദ്ധവിരാമത്തിൽ അവസാനിക്കുകയായിരുന്നു. എന്നിരുന്നാലും ന്യൂസ് പോർട്ടൽ പറയുന്നതനുസരിച്ച് പിന്നീട് വർഷങ്ങളോളം പോങ്യാങ് പുനരേകീകരണത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു അത്രേ. ജോസിയോൺ എന്ന് ലേബൽ ചെയ്തിരിക്കുന്ന ന്യൂസ് വീക്കിന്റെ അഭിപ്രായത്തിൽ ഉത്തര കൊറിയ സാധാരണയായി സ്വയം പരാമർശിക്കുന്ന പദം ഭൂപടത്തിൽ വടക്കൻ കൊറിയയുടെ ഭരണ ജില്ലകൾ മാത്രം പ്രദർശിപ്പിക്കുകയും ദക്ഷിണ കൊറിയയെ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ്. പകരം ദക്ഷിണ കൊറിയയെ ചൈനയെ പോലെ ചാരനിറത്തിൽ കാണിക്കുകയും ദക്ഷിണ കൊറിയ എന്ന് മാത്രം ലേബൽ ചെയ്യുകയും ചെയ്തിട്ടുമുണ്ട്. മുമ്പ് ഉപയോഗിച്ചിരുന്ന പപ്പറ്റ് കൊറിയ എന്ന പദത്തിൽ നിന്നുള്ള ഒരു വ്യതിയാനമായിട്ടാണ് നമുക്കിതിനെ വായിച്ചെടുക്കാവുന്നത്. അതായത് ദക്ഷിണ കൊറിയ ഒരു സ്വതന്ത്ര രാജ്യമല്ല, മറിച്ച് ഒരു യുഎസിന്റെ പാവരാഷ്ട്രമാണെന്ന് തന്നെയാണ് കിം ജോങ് ഉൻ ഇതിലൂടെ പറയുന്നത്. ഉത്തര കൊറിയയുടെ പരമോന്നത നേതാവ് കിം ജോങ് ഉൻ ഒക്ടോബറിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: മുൻ കാലഘട്ടത്തിൽ ദക്ഷിണ കൊറിയയെ മോചിപ്പിക്കുന്നതിനെക്കുറിച്ചും ബലപ്രയോഗത്തിലൂടെ രാജ്യത്തെ ഏകീകരിക്കുന്നതിനെക്കുറിച്ചും ഞങ്ങൾ ധാരാളം സംസാരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ അതിൽ താല്പര്യരല്ല. രണ്ട് രാജ്യങ്ങൾ പ്രഖ്യാപിച്ചതിനാൽ ആ രാജ്യത്തെക്കുറിച്ച് ഞങ്ങൾ ബോധവുമല്ല. ഇപ്പോൾ ജയിലിലായ പ്രസിഡന്റ് യൂൻ സോക് യോളിന്റെ ഭരണപരാജയം തന്നെയാണ് ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൈനിക നിയമം പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഡിസംബറിൽ സിയോളിൽ ഉണ്ടായ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് ശേഷം ദക്ഷിണ കൊറിയയെക്കുറിച്ചുള്ള ഉത്തര കൊറിയയുടെ സംസാരമാണ് ഇപ്പോൾ ശമിച്ചിരിക്കുന്നത്. ഇതൊക്കെയാണെങ്കിലും ഏകീകരണ ചിഹ്നങ്ങൾ നീക്കം ചെയ്യുന്നതിൽ നിന്ന് കിം ജോങ് ഉൻ പിന്മാറില്ലെന്നാണ് വിദഗ്ധർ വിശ്വസിക്കുന്നത്. എന്താണ് ഉത്തര കൊറിയയുടെയും ദക്ഷിണ കൊറിയയുടെയും ശത്രുതയുടെ മൂലകാരണം? അതുപോലെ സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ എങ്ങനെ ഇരു രാഷ്ട്രങ്ങളെയും ബാധിച്ചു എന്നീ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കിയാലോ. ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള മത്സരം ചരിത്രപരവും പ്രത്യയശാസ്ത്രപരവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ ഘടകങ്ങളിൽ ആഴത്തിൽ വേരൂന്നിയതാണ്. ഈ രണ്ട് രാജ്യങ്ങളും ഒരു പൊതുവംശീയവും സാംസ്കാരികവുമായ പൈതൃകം പങ്കിടുന്നവയാണെങ്കിൽ ഇരുവരും വലിയ ശത്രു രാജ്യങ്ങളാണ് എന്നത് വസ്തുതയാണ്. എന്നാൽ ഉത്തര കൊറിയ, അതായത് ഡെമോക്രാറ്റിക് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് കൊറിയ, അതായത് DPRK, ദക്ഷിണ കൊറിയ, അതായത് റിപ്പബ്ലിക് ഓഫ് കൊറിയ, അതായത് ROK എന്നീ രണ്ടു വ്യത്യസ്ത രാജ്യങ്ങളായി വിഭജിക്കുന്നത് ആധുനിക ജിയോപൊളിറ്റിക്സിലെ ഏറ്റവും സ്ഥിരവും സങ്കീർണവുമായ സംഘടനകളിൽ നയിച്ചിട്ടുണ്ട് എന്നത് പറയണം. ചരിത്ര പശ്ചാത്തലമാണ് ഞാൻ പറയുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം കൊറിയയെ പിടിച്ചടക്കിയ ജപ്പാൻ പരാജയപ്പെട്ടതോടെയാണ് കൊറിയൻ പെനിൻസുലയുടെ വിഭജന കഥ ആരംഭിക്കുന്നത്. 1945 കൊറിയയെ 38ാം സമാന്തരമായി സഖ്യസേന വിഭജിച്ചു. സോവിയറ്റ് അധിനിവേശ വടക്കൻ, അമേരിക്കൻ അധിനിവേശ തെക്ക് എന്നിങ്ങനെയായിരുന്നു ആ വിഭജനം. ശീതയുദ്ധകാലത്തെ രാഷ്ട്രീയമാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ച ഘടകമെന്നത് എടുത്തു പറയേണ്ടതില്ലല്ലോ. രാജ്യത്തെ വീണ്ടും ഏകീകരിക്കുക എന്ന ഉദ്ദേശത്തോടെ. എന്നിരുന്നാലും ശീതയുദ്ധ പിരിമുറുക്കങ്ങൾ പെട്ടെന്ന് തന്നെ സ്ഫടികമായി. 1948 സോവിയറ്റ് യൂണിയന്റെ പിന്തുണയുള്ള കിം ഇൽ സങ്ങിന്റെ കീഴിൽ ഉത്തര കൊറിയയും യുണൈറ്റഡ്
സ്റ്റേറ്റ്സിന്റെ പിന്തുണയുള്ള സിങ്മാൻ റിയുടെ കീഴിൽ ദക്ഷിണ കൊറിയയും 2 പ്രത്യേക രാജ്യങ്ങൾ സ്ഥാപിക്കുന്നതിലേക്ക് നയിക്കപ്പെട്ടു. അതിർത്തിയിലെ ഏറ്റുമുട്ടലുകളും പ്രത്യയശാസ്ത്ര സംഘർഷങ്ങളും മൂലം പൊട്ടിപ്പുറപ്പെട്ട കൊറിയൻ യുദ്ധം, അതായത് 1950 മുതൽ 53 വരെയുള്ള കാലഘട്ടത്തിൽ നടന്ന ഈ യുദ്ധം സമാധാന ഉടമ്പടി എന്നതിലുപരി ഒരു യുദ്ധവിരാമത്തിലാണ് അവസാനിച്ചത്. തൽഫലമായി കൊറിയൻ പെനിൻസുല കനത്ത സൈനികവൽക്കരിക്കപ്പെട്ട ഡീമിലിറ്ററൈസ്ഡ് സോണായിട്ട് വിഭജിക്കപ്പെട്ടു. ഉത്തര കൊറിയ ഒരു കമ്മ്യൂണിസ്റ്റ് സ്വേച്ഛാധിപത്യ ഭരണം സ്വീകരിക്കുകയും ദക്ഷിണ കൊറിയ പാശ്ചാത്യ ജനാധിപത്യ രാജ്യങ്ങളുമായി ഒത്തുചേരുകയും ചെയ്തു. ഉത്തര കൊറിയയുടെ ഭരണ സിദ്ധാന്തമായ ജൂഷെ സ്വാശ്രയത്വത്തിന് ഊന്നൽ നൽകുകയും കിങ് രാജവംശത്തിന്റെ നേതൃത്വത്തിൽ ഒരു ഏകാധിപത്യ സംവിധാനമായി പരിണമിക്കുകയും ചെയ്തു. സൈനിക വികസനത്തിൽ ശക്തമായ ശ്രദ്ധ കേന്ദ്രീകരിച്ച് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ കേന്ദ്രീകൃതമായി തുടരുന്നു. ഇതിന് വിപരീതമായി ദക്ഷിണ കൊറിയ അമേരിക്കയുമായും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുമായി ശക്തമായ സഖ്യങ്ങളുള്ള ഒരു ജനാധിപത്യ മുതലാളിത്ത രാഷ്ട്രമായി വികസിച്ചു വന്നു. ദക്ഷിണ കൊറിയയുടെ സാമ്പത്തിക വിജയം, പ്രത്യേകിച്ച് അതിന്റെ ദ്രുതഗതിയിലുള്ള വ്യാവസായികവൽക്കരണം, ഉത്തര കൊറിയയ്ക്ക് വലിയ അപമാനം തന്നെ ഏൽക്കേണ്ടി വന്നു. അത് ദക്ഷിണ കൊറിയയെ അതിന്റെ ഭരണത്തിനും പ്രത്യയശാസ്ത്രത്തിനും ഭീഷണിയായി കാണുന്നതിലേക്ക് ആണ് കാര്യങ്ങൾ എത്തിച്ചത്. ഇരു കൊറിയകളും തമ്മിലുള്ള മത്സരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമകാലിക പ്രശ്നങ്ങളിലൊന്ന് ഉത്തര കൊറിയയുടെ ആണവായുധ പദ്ധതി തന്നെയാണ്. 1980കളിൽ ആണവ വികസനം ആരംഭിച്ച ഉത്തര കൊറിയ പിന്നീട് നിരവധി ആണവ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഉത്തര കൊറിയ ആണവായുധങ്ങൾ കൈവശം വെക്കുന്നത് ദക്ഷിണ കൊറിയയ്ക്കും അതിന്റെ സഖ്യകക്ഷികൾക്കും, പ്രത്യേകിച്ച് അമേരിക്കയ്ക്കും കാര്യമായ സുരക്ഷാ ഭീഷണിയാണ് നേരിടേണ്ടി വന്നത്. കൊറിയൻ യുദ്ധം അവസാനിപ്പിച്ചതിനു ശേഷം ദക്ഷിണ കൊറിയയിൽ സൈന്യത്തെ നിലയുറപ്പിച്ചിട്ടുള്ള യുഎസിൽ നിന്നുള്ള വിദേശ ഇടപെടലിനെതിരായ ഒരു പ്രതിരോധമായിട്ടാണ് ഭരണകൂടം അതിന്റെ ആണവായുധ ശേഖരത്തെ കാണുന്നത് പോലും. ദക്ഷിണ കൊറിയ സമാധാനത്തിനും സുസ്ഥിരതയ്ക്കും വേണ്ടി വാദിക്കുമ്പോൾ അയൽ രാജ്യത്തിന്റെ സൈനിക പ്രകോപനങ്ങളെക്കുറിച്ചും ആണവ അഭിലാഷങ്ങളെക്കുറിച്ചും ആഴത്തിൽ ഉത്കണ്ഠകുലരുമാണ്. ഇരു കൊറിയകളും തമ്മിലുള്ള സംഘർഷം പരിഹരിക്കാനുള്ള ശ്രമങ്ങളിൽ ഇടയ്ക്കിടെയുള്ള സംഭാഷണങ്ങൾ, സൈനിക ചർച്ചകൾ, നയതന്ത്ര സംരംഭങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. ശ്രദ്ധേയമായ ഉദാഹരണങ്ങളിൽ 1990കളുടെ അവസാനത്തിലും 2000കളിലും നടന്ന കൊറിയൻ ഉച്ചകോടികളും അടുത്തിടെ ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നും ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് മുൻ ജെ ഉന്നും തമ്മിലുള്ള 2018 ഉച്ചകോടിയും ഉൾപ്പെടുന്നതാണ്. ഈ ചർച്ചകൾ സൈനിക പിരിമുറുക്കങ്ങൾ താൽക്കാലികമായി കുറയ്ക്കുന്നതിനും മാനുഷിക കുടുംബ പുനരൈക്യ വിഷയങ്ങളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനും കാരണമായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറിമറിഞ്ഞു. എന്നിരുന്നാലും അത്തരം ഇടപെടലുകൾ ചാക്രികമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അനുരഞ്ജനത്തിന്റെ നിമിഷങ്ങളും പിന്നീട് ശത്രുതയിലേക്കുള്ള മടങ്ങിവരവും, പ്രത്യേകിച്ച് ഉത്തര കൊറിയ മിസൈൽ അല്ലെങ്കിൽ ആണവ പരീക്ഷണങ്ങൾ പുനരാരംഭിക്കുമ്പോൾ, അല്ലെങ്കിൽ അമേരിക്കയെ പോലുള്ള ബാഹ്യശക്തികൾ സാമ്പത്തിക ഉപരോധം നടപ്പിലാക്കുമ്പോൾ ദക്ഷിണ കൊറിയയിലെ രാഷ്ട്രീയ നേതൃത്വം, പ്രത്യേകിച്ച് യാഥാസ്ഥിതികവും പുരോഗമനപരവുമായ ഭരണകൂടങ്ങളുടെ വ്യത്യസ്ത സമീപനങ്ങളും സഹകരണത്തിന്റെയോ ഏറ്റുമുട്ടലിന്റെയോ അളവിനെ ബാധിക്കുന്നുണ്ട്. ദക്ഷിണ കൊറിയയുടെ സമ്പദ് വ്യവസ്ഥ ലോകത്തിലെ ഏറ്റവും വലുതും വികസിതവുമായ ഒന്ന് തന്നെയാണ്. അതേസമയം ഉത്തര കൊറിയ സാമ്പത്തികമായി ഒറ്റപ്പെട്ടതും ദരിദ്രവും അന്താരാഷ്ട്ര സഹായത്തെ ആശ്രയിച്ച് കഴിയുന്ന ഒരു രാജ്യവുമാണ്. മുൻകാലങ്ങളിൽ ദക്ഷിണ കൊറിയൻ കമ്പനികളെ വടക്ക് പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കുന്ന കെയ്സോങ് ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ്, ഒരു സംയുക്ത നോർത്ത് സൗത്ത് പ്രൊജക്ട് പോലുള്ള സാമ്പത്തിക സഹകരണ സംരംഭങ്ങൾ ദക്ഷിണ കൊറിയ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ശ്രമങ്ങൾ പലപ്പോഴും സൈനിക പിരിമുറുക്കങ്ങൾക്കോ ഉത്തര കൊറിയയുടെ ആണവ പ്രകോപനങ്ങളോ മൂലം തുരങ്കം വെച്ചിട്ടുമുണ്ട്. നിർബന്ധിത ലേബർ ക്യാമ്പുകൾ, സ്വാതന്ത്ര്യത്തിനുള്ള നിയന്ത്രണങ്ങൾ, രാഷ്ട്രീയ വിയോജിപ്പുകളെ അടിച്ചമർത്തൽ എന്നിവയുൾപ്പെടെ ഉത്തര കൊറിയയിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ അന്താരാഷ്ട്ര ആശങ്കയുടെ ഒരു പ്രധാന പോയിന്റായിട്ട് ഇപ്പോഴും തുടരുകയാണ്. കൂടാതെ ദക്ഷിണ കൊറിയൻ സർക്കാരും അന്താരാഷ്ട്ര സംഘടനകളും ഉത്തരവാദിത്വവും പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. അനുരഞ്ജനത്തിന്റെയും സഹകരണത്തിന്റെയും സാധ്യത നിലവിലുണ്ടെങ്കിൽ പോലും കൊറിയൻ യുദ്ധത്തിന്റെ പാരമ്പര്യവും ആണവ പ്രശ്നവും വ്യത്യസ്ത രാഷ്ട്രീയ സംവിധാനങ്ങളും സംഘർഷങ്ങൾക്ക് ആക്കം കൂട്ടുന്നത് തുടരുകയാണ്. ഈ മത്സരത്തിന്റെ ചലനാത്മകത രൂപപ്പെടുത്തുന്നതിൽ അന്താരാഷ്ട്ര സമൂഹം, പ്രത്യേകിച്ച് US, ചൈന, റഷ്യ എന്നിവയുടെ നിർണായക പങ്ക് ഉണ്ട്. ഇത് കൊറിയൻ ബന്ധങ്ങളുടെ ഭാവി അനിശ്ചിതത്തിലാക്കുകയും ആഭ്യന്തരവും ആഗോളവുമായ രാഷ്ട്രീയ സംഭവവികാസങ്ങളെ ആശ്രയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയായാലും കമന്റായി രേഖപ്പെടുത്തുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.